നമ്മൾ കേൾക്കാൻ പോകുന്നത് ടൈഫൂൺ ഫാമിലി എന്ന കേഡ്രാമയുടെ 18ാമത്തെ എപ്പിസോഡാണ്. അതായത് അവസാനത്തെ എപ്പിസോഡാണ്. എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ കൂട്ടുകാരനെ കാണാനായിട്ട് അനീതി അവന്റെ കടയിൽ വന്നിട്ടുണ്ട്. അവളിപ്പം വന്നേക്കുന്നത് വേറൊന്നിനുമല്ല, ഇവര് തമ്മിൽ പ്രണയത്തിലായിരുന്ന സമയത്ത് കൂട്ടുകാരൻ അവൾക്ക് കുറച്ച് പാവയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വേണ്ട, ഇതൊക്കെ കാണുമ്പോൾ നിന്നെ എനിക്ക് ഓർമ്മ വരുന്നെന്ന് പറഞ്ഞിട്ട് അത് എറിഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും, നീ അവസാനമായിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ? ഈ ഒരു ലെറ്റർ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് നീ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററും ഒരു സമയം പറഞ്ഞു കൊടുക്കും ഒരു സ്ഥലത്ത് വരാനായിട്ട്. എന്തായാലും അവള് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അവൻ പറഞ്ഞത് കൊണ്ട് തന്നെ വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പിറ്റേ ദിവസം വില്ലൻ പയ്യൻ പാട്ടൊക്കെ പാടി ഓഫീസിലോട്ട് വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, അവിടെ അച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛൻ അവിടുത്തെ ഫയലൊക്കെ പരിശോധിക്കുകയാണ്. നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, ഇവൻ ചിപ്പൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിപ്പിനൊക്കെ ഒരുപാട് പൈസ ആവത്തില്ലേ, ഇയാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അവൻ വെറുതെ പൊടിച്ചു കളയാണ്. ഇപ്പൊ എവൻ അകത്തോട്ട് വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, മാനേജർ അവിടെ നിന്ന് തെണ്ടുന്നു. അറിയാതെ പറ്റിയതാണ്, ഒന്നും ചെയ്യല്ലേ സാറെന്ന് പറഞ്ഞിട്ട് കയറി വന്ന വില്ലൻ പയ്യന്റെ ആ ഒരു സ്വഭാവം മാറും. അച്ഛൻ അറിയാതെ പറ്റിയതാണ്, ഞാൻ ജയിക്കാറായതാണ്, ഹീറോനെ ഇപ്പൊ തോപ്പിച്ചേനെ, പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കുറച്ച് പോലീസുകാർ കയറി വരും. ഇയാളിത് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. ഇനി ഇയാളെ തല്ലിക്കൊന്ന് കുഴിച്ചിടത്തില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് തന്നെ പോലീസുകാർ വന്ന് വില്ലൻ പയ്യനെ പിടിച്ചോണ്ട് പോകാനായിട്ട് പോവാണ്. അതിനു മുമ്പ് അച്ഛൻ എണീറ്റ് വന്ന് അവനെ കെട്ടിപ്പിടിക്കും. കാരണം മറ്റൊന്നല്ല, അയാൾക്ക് മനസ്സിലായി അയാൾ ഇവനെ വളർത്തിയ പിഴവ് കാരണമാണ് ഇവൻ ഇങ്ങനെ ആയതെന്ന്. അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവനോട് പറയും, നീയല്ല തോറ്റുപോയത്, ഞാനാണ് തോറ്റുപോയത്. ഇത് പറയുമ്പോൾ അവൻ അച്ഛനോട് പറയും, അച്ഛ അവസാനമായിട്ടെങ്കിലും എന്നോട് പറ, ഞാൻ ജയിച്ചു, ഞാൻ ഹീറോന്റെ മുമ്പിൽ ജയിച്ചു എന്ന്. ഇവന് മറ്റൊന്നല്ല, ഹീറോന്റെ മുമ്പിൽ ജയിക്കാനുള്ള ഒരു ഈഗോയാണ്. എന്നാൽ അവൻ തോറ്റുപോയി. ഇപ്പൊ അച്ഛന് നല്ല വിഷമാവുന്നുണ്ട്, അയാളുടെ കണ്ണൊക്കെ നിറയാണ്. വില്ലൻ പയ്യനും കരഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പോലീസുകാർ അവനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ജയിലിൽ അടയ്ക്കാനാണ്. കുറെ നാൾ ഇനി ജയിലിൽ കിടക്കേണ്ടി വരും. അതുപോലെ തന്നെ മാനേജർ ഇതിന് കൂട്ടുനിന്നത് കൊണ്ട് തന്നെ അയാളെയും പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഈ നേരം നമ്മുടെ ഓഫീസ് കാണിക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും സന്തോഷപ്പെട്ടിരിക്കുകയാണ്. കാരണം ഓഫീസ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്, ബിസിനസ് പഴയതുപോലെ ആയിട്ടുണ്ട്. അങ്ങനെ സന്തോഷത്തിലിരിക്കുമ്പോൾ ഹീറോ അങ്ങോട്ട് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നടന്നു വരുന്നുണ്ട്. അതും തുള്ളി ചാടിയിട്ടാണ് നടന്നു വരുന്നത്. ഇവനെ കാണുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി വരും. ഓ, അടിപൊളി ഡ്രസ്സാണല്ലോ എന്ന് ചോദിച്ചിട്ട്. അതുപോലെ തന്നെ ഹീറോ അവന്റെ നെയിമിംഗ് ബോർഡ് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു എന്താ പറയുക, ഒരു നെയിമിംഗ് ബോർഡ് പോലെ. അത് എടുത്തോണ്ട് വന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അവൻ ആദ്യം ഒരു ഡാൻസ് കളിക്കത്തില്ലായിരുന്നു, അതേപോലെ തന്നെ എല്ലാവരും ഇത് കണ്ട് സന്തോഷപ്പെടുന്നുണ്ട്. കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ അനീതിയാണെങ്കിൽ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ ആ ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അതെന്തോ ഒരു ഷോ നടക്കുന്ന എന്തോ ഒരു സ്ഥലമാണ്. അവിടെ ഓരോ ആൾക്കാർ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. അവൾ കുറെ നേരം കാത്തു നിൽക്കുകയാണ്. അവൾ ആകെ വിഷമിച്ച് എവൻ എന്താ വരാത്തതെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവൻ ആ സ്റ്റേജിലോട്ട് വന്ന് പാട്ട് പാടാനായിട്ട് തുടങ്ങും. അത് ഗിത്താർ വാങ്ങിച്ച് പാട്ട് പാടാനായിട്ട് തുടങ്ങും. യവനൊരു പ്രണയ ഗാനമാണ് പാടുന്നത്. അതെല്ലാം കേട്ട് അവള് അവിടെ നിൽക്കുന്നുണ്ട്. അവളുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. യവൻ ആഗ്രഹം ഉപേക്ഷിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത്, എന്നാൽ ഉപേക്ഷിച്ചിട്ടില്ല. അവൾക്ക് വേണ്ടിയിട്ട് അവൻ വീണ്ടും തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ പാട്ട് പാടി കഴിഞ്ഞിട്ട് പതിയെ സ്റ്റേജിന്റെ മുമ്പിൽ കൂടെ അവളുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് അവളോട് പറയും, എനിക്ക് വലിയ പണക്കാരനാവുമെന്നൊന്നും വലിയ പ്രതീക്ഷയില്ല, പക്ഷെ ഞാൻ നിന്നെ സന്തോഷപ്പെടുത്തും, ഒരിക്കലും നിന്നെ വിഷമപ്പെടുത്തത്തില്ല. നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പൊടിയാതെ ഞാൻ നോക്കും. അതുപോലെ തന്നെ എന്നെ കൊണ്ട് ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിയത്തില്ലായിരിക്കാം, പക്ഷെ നിനക്ക് വേണ്ടി എന്നും പാട്ട് പാടാനായിട്ട് എന്നെ കൊണ്ട് കഴിയും. നിനക്ക് വേണ്ടി എന്നും ഞാൻ പാട്ട് പാടും. പാട്ട് പാടി നിന്നെ ഉറക്കുമെന്ന് പറയുമ്പോൾ അവൾ ഇത് കേട്ട് ഇംപ്രസ് ആയി അവനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അവളുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്, അതുപോലെ തന്നെ അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കും. രണ്ടുപേരും ഒരുമിക്കുന്നുണ്ട്. പിന്നീട് ഉമ്മ വെപ്പാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരും ചുറ്റും നിന്ന് കൈയടിക്കുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ടീംസ് എല്ലാം കൂടെ ഓഫീസിലിരുന്ന് ഡിസ്കസ് ചെയ്യാണ് അടുത്ത ഏത് പ്രോഡക്റ്റ് എടുത്ത് മറിച്ചു വയ്ക്കണമെന്ന്. ഹീറോ മാത്രം അവിടെ ഇല്ല കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഓരോ പ്രോഡക്റ്റ് പറയും. മാനേജർ പറയുന്ന ഒരു MP3 പ്ലെയർ ആണ്, അതിനകത്ത് 32 സോങ് കണ്ടേ സേവ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അന്നത്തെ കാലത്ത് അത് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. അതുപോലെ ഹീറോയും പറയുന്നത് അന്ന് അമ്മ ഉപയോഗിച്ച ഒരു ലിക്വിഡ് ഇല്ലേ ഫേസിലിടുന്നത്, അത് എക്സ്പോർട്ട് ചെയ്യാനായിട്ടാണ്. അതൊരു ബ്യൂട്ടി പ്രോഡക്റ്റ് അല്ലേ. ആ സമയം ഹീറോ ഡാൻസ് ഒക്കെ കളിച്ച് അകത്തോട്ട് കയറി വരും. അത് നല്ല സ്റ്റൈലായിട്ടാണ് കയറി വന്നേക്കുന്നത്. ഹീറോ കയറി വന്ന് അവന്റെ സീറ്റിൽ ഇരുന്നിട്ട് ഹീറോയിനോട് ഫോൺ നോക്കാനായിട്ട് ആംഗ്യത്തിൽ പറയും. ബാക്കിയുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഹീറോയിനും കണ്ണുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. മാനേജറിന് ഇത് കണ്ടിട്ട് ഡൗട്ട് തോന്നും. മാനേജർ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് മാത്രമേ അറിയാത്തതുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഹീറോയിനും ഡേറ്റിംഗിലാണെന്ന്. ഇത് കേട്ട് അയാൾ ഞെട്ടി ഒന്ന് വിറച്ച് ബാക്കിലോട്ട് മാറിപ്പോകുന്നുണ്ട്. ചുമ്മാ എല്ലാ ആൾക്കാരോടും ഇയാൾ ഞെട്ടിയെന്ന് കാണിച്ചതാണ്. ഇയാൾക്ക് സന്തോഷമേ ഉള്ളൂ ഹീറോയിനും ഡേറ്റ് ചെയ്യുന്നതിൽ. രണ്ടുപേരും നല്ല മനുഷ്യരാണ്. മാനേജർ അവിടെ നിന്ന് ചോദിക്കും, നിങ്ങൾ കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ കൈയൊക്കെ പിടിച്ചിട്ടുണ്ടോന്ന്. ഹീറോ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ പിടിക്കും. രണ്ടുപേരും കൂടെ അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് നോക്കി നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്നാലും മാനേജർ മാത്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയും, എനിക്ക് കുഴപ്പമുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നീട് ഇവര് തമ്മിൽ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ദിവസം കഴിയാണ്. ഇപ്പൊ അമ്മയും അനിയനും, അതായത് ഹീറോയിന്റെ അനിയനും കൂടെ അടുക്കളയിൽ ഇരിക്കുന്നുണ്ട്. അനിയൻ ഭയങ്കര വിഷമത്തിലാണ്, അവൻ കരയുന്നുണ്ട്. അമ്മ അടുത്ത് പിടിച്ചിരുത്തി അവനെ സമാധാനപ്പെടുത്തും. മറ്റൊന്നുമല്ല, അനീതി കല്യാണം
കല്യാണം കഴിച്ചു പോവാണ്. ആര്? നമ്മുടെ കൂട്ടുകാരനെ തന്നെ. അപ്പൊ അതിന്റെ സങ്കടത്തിലാണ് അവൻ. അനിയത്തി ഇവിടെ നിന്ന് പോവല്ലേ. അമ്മ അവനെ സമാധാനപ്പെടുത്തും. എന്തിനാ കരയുന്നത്? ചേച്ചി നല്ലൊരു കാര്യത്തിനായിട്ടല്ലേ പോകുന്നത്, അങ്ങനെ കരയാനൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, അന്നേ എനിക്ക് അറിയായിരുന്നു ആ നാറി എന്റെ ചേച്ചീനെ അടിച്ചെടുത്തോണ്ട് പോവെന്ന്. അന്ന് അവനെ വീട്ടിൽ കയറ്റാൻ പാടില്ലായിരുന്നു, അവനെ അടിച്ച് ദൂരെ കളയണമെന്ന് പറയുമ്പോൾ അമ്മ ഇത് കേട്ട് ചിരിക്കും. അതുപോലെ തന്നെ അടുത്ത കല്യാണം ആരുടെ? ഹീറോന്റെയാണ്. അതിന്റെ ഒരു ആലോചനയും അമ്മയുടെ മുഖത്ത് വരുന്നുണ്ട്. അമ്മയ്ക്ക് അറിയാം ഹീറോയിനുമായിട്ട് ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം. ഇനി അത് നടത്തി കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ കൂട്ടുകാരനും അനിയത്തിയും കൂട്ടുകാരന്റെ അമ്മയും കൂടെ മുത്തശ്ശീനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് എന്തോ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്, എന്തോ ഒരു ഗിഫ്റ്റ് പോലെ. അങ്ങനെ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മുത്തശ്ശി കൂട്ടുകാരന്റെ അമ്മയ്ക്ക് എന്തോ ഒരു മോതിരം എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ മുത്തശ്ശിയുടെ മരുമോളുടെയാണ്, അതായത് നമ്മുടെ ഹീറോയിന്റെയൊക്കെ അമ്മയുടെയാണ് ആ ഒരു മോതിരം. ഇപ്പം അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കാരണം മറ്റൊന്നുമല്ല, നല്ലൊരു മോനെ വളർത്തിയെടുത്തില്ലേ, അങ്ങനെ അറിഞ്ഞിട്ടാണ് ആ മോതിരം കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ പിടിച്ചു വാങ്ങുമല്ല. എന്തായാലും നമ്മുടെ അമ്മയ്ക്ക് പഴയതുപോലെ ആ ഒരു വൈരാഗ്യമൊന്നുമില്ല. മോൻ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചില്ലേ, പൈസ ഇല്ലെങ്കിലും നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിനെ കണ്ടുപിടിച്ചില്ലേ, പിന്നീട് പൈസയൊക്കെ ആയിക്കോളും. അതുപോലെ തന്നെ മുത്തശ്ശി മനസ്സറിഞ്ഞിട്ടാണ് ആ മോതിരം കൊടുത്തേക്കുന്നത്. അവർക്ക് ആദ്യം വാങ്ങാനായിട്ടൊരു മടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വാങ്ങി. അതുപോലെ തന്നെ അനീത്തിയുടെ പേരിന്റെ അർത്ഥം മറ്റൊന്നല്ല, ഒരുപാട് ചിരിക്കുന്നവളെന്നാണ് അർത്ഥം. എന്നാൽ ഇവളിപ്പോ ഇത് കേട്ടിട്ട് കരയും. കാരണം മറ്റൊന്നല്ല, മുത്തശ്ശി അവനോട് പറഞ്ഞു എന്റെ കുട്ടീനെ ഒരിക്കലും കരയിക്കാൻ പാടില്ല, അവളെ നല്ല രീതിയിൽ നോക്കിക്കോണമെന്ന്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് അവള് കരയും. അവളുടെ പേരിന്റെ അർത്ഥത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അവള് ചെയ്യുന്നത്. അല്ലെങ്കിലും കല്യാണം കഴിച്ച് പോകാൻ പോയില്ലേ, അപ്പൊ വിഷമം കാണത്തില്ലേ. അന്ന് രാത്രി ഹീറോ അവന്റെ ഓഫീസിലിരുന്ന് എന്തൊക്കെയോ ഗിഫ്റ്റ് റെഡിയാക്കുന്നുണ്ട്. ആർക്കോ വേണ്ടിയിട്ട്. ആർക്കു വേണ്ടിയായിരിക്കും അറിയാമോ? ആ സമയം ഹീറോയിൻ അകത്തോട്ട് കയറി വരും. ഹീറോയിനും എന്തോ ഒരു സാധനമായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും കൂടെ അടുത്ത് വന്നിരുന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് പറയും, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനായിട്ടുണ്ടെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ സാധനം എടുത്തിട്ട് ഒരുമിച്ച് കൈമാറും. ഹീറോയിന് കൊടുത്ത സമ്മാനം മറ്റൊന്നുമല്ല, കുറെ അധികം പൂക്കളുടെ വിത്താണ്. അവന് പൂക്കളൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഹീറോയിൻ അറിയാം. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തത്. പിന്നെ ഹീറോയിനായിട്ട് കൊടുത്തത് മറ്റൊന്നുമല്ല, കോളേജിന്റെ എൻട്രൻസ് എക്സാമിനായിട്ടുള്ള ടിക്കറ്റ് ആണ്. ആ ഒരു ഹോൾ ടിക്കറ്റ്. അത് പൈസ കൊടുത്താൽ മാത്രമേ എടുക്കാനായിട്ട് പറ്റൂ. ഹീറോയ്ക്ക് ആഗ്രഹമുണ്ട് ഹീറോയിന് കോളേജിൽ വിട്ട് പഠിപ്പിക്കണമെന്ന്. അവളുടെ ഒരുപാട് ആഗ്രഹമല്ലായിരുന്നോ കോളേജിൽ പോയി പഠിക്കണമെന്ന്. എന്നാൽ ഇപ്പൊ അവൾ എന്താണ് ചെയ്യുന്നത്? ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഹീറോയിന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. അവനോട് പറയും, എനിക്കിപ്പോ പഴയതുപോലെ പഠിക്കാനായിട്ടുള്ള ആഗ്രഹമൊന്നുമില്ല, കോളേജിൽ പോകാനായിട്ട് താല്പര്യമില്ല. കാരണം എനിക്ക് നീയുണ്ട്, ഈ കമ്പനിയുണ്ട്, അതിലുപരി എനിക്ക് എന്താണ് വേണ്ടത്? ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. എന്നാൽ ഹീറോ പറയും, ഒരിക്കലും അങ്ങനെയല്ല, നീ പോയി പഠിക്കണം, അത് നിന്റെ ആഗ്രഹമാണ്. ഞാനുണ്ട് അല്ലെങ്കിൽ ഈ കമ്പനി ഉണ്ടെന്ന് വിചാരിച്ച് നിന്റെ ആഗ്രഹത്തിന് കളയാനായിട്ട് പാടില്ല. നീ പോയി പഠിക്കുമെന്ന് പറഞ്ഞിട്ട് പതി അവളുടെ അടുത്ത് വന്ന് അവൾക്ക് ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ രണ്ടുപേരും കൂടെ ഉമ്മ വയ്ക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ ഹീറോയും അമ്മയും കൂടെ ഒരു അപ്പാർട്ട്മെന്റ് നോക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അവരുടെ കുറച്ച് പൈസ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നല്ലൊരു സെറ്റപ്പിൽ ജീവിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഹീറോയും അമ്മയും കൂടെ വന്ന് അപ്പാർട്ട്മെന്റ് നോക്കും. അവിടുത്തെ കതവൊക്കെ പിടിച്ച് അടച്ചു നോക്കുന്നുണ്ട്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ പാർക്കിൽ വന്നിരിക്കുകയാണ്. എന്നാൽ അമ്മയ്ക്കൊരു വിഷമം പോലെ, അതായത് ഇത് ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണ്, എല്ലാവർക്കും കൂടെ ഇവിടെ താമസിക്കാനായിട്ട് പറ്റില്ല. അമ്മയും അതുപോലെ തന്നെ ഹീറോയും താമസിക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്നാൽ അമ്മയെ കൊണ്ട് കഴിയത്തില്ല. അമ്മയ്ക്ക് മുത്തശ്ശീനെയും അനീനെയും കൂടെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. എന്നാൽ അനീത്തി കല്യാണം കഴിഞ്ഞ് പോയല്ലോ. അത് ഹീറോനോട് പറയുമ്പോൾ ഹീറോയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഹീറോയിനെയും മുത്തശ്ശീനെയും അനീനെയും ഒരുമിച്ച് കൊണ്ടുവരണമെന്ന്. അപ്പൊ രണ്ടുപേർക്കും ഒരേ ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഒരു വലിയ പൈസക്കാരൊന്നും അല്ല, എന്നാൽ ഇവര് ഒരുപാട് വിശാല മനസ്സുള്ള ആൾക്കാരാണ്. ആ അമ്മയുടെ ആ ഒരു സ്വഭാവമാണ് ഹീറോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അമ്മ ഭയങ്കര പാവമാണ്. ആ ഒരു സ്വഭാവം അവൻ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ എത്ര റൂം വേണമെന്ന് ഡിസ്കസ് ചെയ്യാണ്. ഏകദേശം 4 റൂമുണ്ട്. മുത്തശ്ശിക്ക് ഒരു റൂം വേണം, അമ്മയ്ക്ക് ഒരു റൂം വേണം. അതുപോലെ തന്നെ അമ്മയുടെ കൂടാണ് ആ പയ്യൻ കിടക്കുന്നത്. പയ്യൻ വളരുമ്പോൾ പയ്യന് വേറൊരു റൂം കൊടുക്കണം. ഇപ്പൊ തൽക്കാലത്തേക്ക് 4 റൂമുള്ള ഒരു അപ്പാർട്ട്മെന്റ് മതി. അതുപോലെ തന്നെ ഹീറോയ്ക്ക് ഒരു റൂം, അതുപോലെ ഹീറോയിന് വേറൊരു റൂം. ഹീറോ പറയും 4 വേണോ, നമുക്ക് 3 പോരെ. ഹീറോയിനും കൂടെ ഒരെണ്ണം അങ്ങ് ഷെയർ ചെയ്തെടുത്തോളാന്ന്. ഇത് കേൾക്കുമ്പോൾ അമ്മ അവനായിട്ട് അടിക്കാൻ തുടങ്ങും. നീ ഇപ്പോഴേ ഇതിനെയൊക്കെ പറ്റി ചിന്തിച്ചു തുടങ്ങിയെന്ന്. അമ്മ പറയും, ഈ ആൺപിള്ളേരെയൊക്കെ വളർത്തി വലുതാക്കുന്നത് ചുമ്മാതാ, ഏതെങ്കിലും പെൺപിള്ളേരെ കാണുമ്പോൾ അവരുടെ പിറകെ അങ്ങ് പോവാന്ന്. എന്തായാലും അമ്മ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. ഹീറോയിൻ നല്ലൊരു പെൺകുട്ടിയാണ്, നല്ലൊരു പെൺകുട്ടീനെ അവനായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ടില്ലേ. കുറച്ച് ദിവസത്തിന് ശേഷം ഹീറോയിൻ ടീംസും എല്ലാരും കൂടെ ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ടുണ്ട്. ഇവര് രാജ്യത്തിന് വേണ്ടി ഒരുപാട് ലാഭം കൊണ്ടുവന്നിട്ടുണ്ട്, എന്തൊരു സാധനം വിറ്റഴിച്ചതിലൂടെ. ഇപ്പൊ അതുകൊണ്ട് തന്നെ ആ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ഹീറോ മുമ്പിലും ഹീറോയിൻ പിറകിലും ആയിപ്പോയി. എന്നാൽ ഹീറോയ്ക്ക് ഹീറോയിനെ മുമ്പിലോട്ട് കൊണ്ടുവരണമെന്നുണ്ട്. അവള് പറയും, മുമ്പോട്ട് നോക്കിയിരിക്കടാ, ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ എന്ന്. അവൾക്ക് മുമ്പോട്ട് വരാനായിട്ട് താല്പര്യമില്ല. കാരണം പ്രായം കൂടിയ ആൾക്കാരൊക്കെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവരെ എണീപ്പിച്ചിട്ട് എങ്ങനെയാണ് പറഞ്ഞു വിടുക ബാക്കിലോട്ട്, എന്നിട്ട് ഹീറോയിൻ എങ്ങനെയാണ് മുമ്പിൽ കയറിയിരിക്കുക. പിന്നെ ഹീറോ ഒരു സിഒ ആയതുകൊണ്ട് തന്നെ അവൻ മുമ്പിൽ ഇരുന്നേ പറ്റൂ, ഇല്ലായിരുന്നെങ്കിൽ ഹീറോ കൂടെ പിറകിലോട്ട് പോയനെ ഹീറോയിന്റെ കൂടെ ഇരിക്കാനായിട്ട്. ഇവര് ചെയ്തത് മറ്റൊന്നുമല്ല, ഒരു ആലയിൽ പോയി. ഈ ആലയെന്ന് പറഞ്ഞാല് ഈ മെറ്റലൊക്കെ ഉരുക്കി ഒഴിക്കത്തില്ലേ, അതുപോലത്തെ ഒരു സംഭവം. അവിടെ പോയിട്ട് പണിക്കാരോടെ കൂടെ ചേർന്നിട്ട് എന്തൊക്കെ പാത്രങ്ങൾ ഉരുക്കി ഒഴുക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മറച്ചു വിൽക്കാനായിട്ട്. അത് സ്വന്തമായിട്ടാണ് കേട്ടോ, അവർ ഒരുപാട്
കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ ആ കഷ്ടപ്പാടൊക്കെ വീഡിയോ വഴി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ആ പൈസ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. എങ്ങനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഒരു കുതിരയുണ്ട്. ആ കുതിരയുടെ മണ്ടയിൽ കയറിയിട്ട് മണ്ടയിൽ ഒരു ബോൾ ഉണ്ട്. ആ ബോളിനകത്ത് പൈസ ഡൊണേറ്റ് ചെയ്യണം. ഇപ്പൊ ആ കുതിരയുടെ മണ്ടയിൽ കയറാനായിട്ട് എല്ലാരെയും അങ്ങോട്ട് ക്ഷണിക്കും. ഹീറോ ആദ്യം തന്നെ ഓടിച്ചെല്ലും. അതുപോലെ തന്നെ ഹീറോയിനോട് പെട്ടെന്ന് തന്നെ വരാനായിട്ട് പറയുന്നുണ്ട്, ഹീറോയിനെ കുതിരയുടെ മണ്ടയിൽ കയറ്റാനായിട്ട്. എന്നാൽ ഹീറോയിന് പേടിയാണ്, എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ഹീറോ സിഒ ആയതുകൊണ്ട് തന്നെ കയറിയേ പറ്റൂ. എന്നാൽ ആ ലേഡി മണ്ടയിൽ കയറിയിരിപ്പുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞ്. എന്നാൽ മാനേജർ വഴക്ക് പറഞ്ഞ് താഴെ ഇറക്കും. അവരെന്തോ പോലായി. പക്ഷേ ഹീറോ കയറിയേ പറ്റൂ, കാരണം അവനാണ് സിഒ, അവനാണ് ഡൊണേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഹീറോ കുതിരയുടെ മണ്ടയിൽ കയറും. ആ ലേഡിക്ക് വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ കൂടെ കുതിരയുടെ താഴെ ആക്കും. രണ്ടുപേരും കൂടെ മണ്ടയിലോട്ട് പൊങ്ങും. ഹീറോ കുതിരപ്പുറത്തിരുന്നിട്ട് ആ ഒരു ബോളിനകത്ത് പൈസ ഡൊണേറ്റ് ചെയ്തിട്ടാണ്. കാരണം ഈ കുതിര മണ്ടയിലോട്ട് പൊങ്ങിയിട്ടുണ്ടല്ലോ. കട്ട് ചെയ്താൽ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. നമ്മൾ ഈ കെ ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ അച്ഛനെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് കുറച്ച് പത്രക്കാർ വന്നില്ലേ, അതുപോലെ തന്നെ ഹീറോനെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഹീറോന്റെ രൂപമൊക്കെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്, മുടിയൊക്കെ ചുരുണ്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഇന്റർവ്യൂ എടുക്കുകയാണ്. ഹീറോന്റെ ബിസിനസ് ഒക്കെ വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടെ രാജ്യത്തിന് ലാഭം വരുന്നുണ്ട്, ടാക്സ് കിട്ടുന്നതല്ലേ. അതുപോലെ തന്നെ എല്ലാവരുടെയും ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഹീറോയിന്റെ ഇന്റർവ്യൂ എടുക്കും. പിന്നെ നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ, ഡയറക്ടർ ഇപ്പൊ ചെടികളൊക്കെ വളർത്തുന്നുണ്ട്. പഴയതുപോലെയല്ല, വലിയ വലിയ ചെടികളാണ് വളർത്തുന്നത്. അവിടെ ഒരു കാടാക്കി തന്നെ മാറ്റിയിട്ടുണ്ട്. കൊള്ളാം അല്ലേ? അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോവാണ്. ഇപ്പൊ ഹീറോയും കൂടെ കാർ എടുത്തൊരു യൂണിവേഴ്സിറ്റിയിൽ ചെല്ലും. അവിടുത്തെ പെമ്പിള്ളാരൊക്കെ ഹീറോയിനെ കണ്ട് ക്രഷ് അടിക്കുന്നുണ്ട്. ഹീറോയിന് ചെറുതായിട്ട് ജലസ് ആവുന്നുണ്ട്. എന്നാലും അവള് ഭയങ്കര ടോക്സിക് ഒന്നും അല്ല. ഇപ്പൊ ഇവരിവിടെ വന്നിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, ഒരു പയ്യൻ കുറെ വീഡിയോ ഗെയിംസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊരുപാട് വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണെന്ന് ഹീറോയ്ക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ പയ്യനെ സഹായിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ആ പയ്യൻ ചോദിക്കും, എന്തിനാണ് എന്നെ സഹായിക്കുന്നതെന്ന്. എന്നാൽ ഇവൻ നല്ല കഴിവുള്ള പയ്യനാണ്, ഇവൻ കയറി വരുമെന്ന് ഹീറോയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ആ പയ്യനോട് പറയും, എന്ത് വന്നാലും വിട്ടുകൊടുക്കാൻ പാടില്ല, മുമ്പോട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണമെന്ന്. കാരണം ഇവൻ വീഡിയോ ഗെയിംസ് ഒക്കെ ഈ ചെറുപ്രായത്തിലേ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ആകുമ്പോൾ ഇവൻ വലിയൊരു ബിസിനസ് മാൻ ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ആയിട്ട് മാറാം. അപ്പൊ അതിന് ഫണ്ടിങ് കൊടുത്താൽ ഹീറോന്റെ കമ്പനി ഒരുപാട് വളരത്തില്ലേ. അതുകൊണ്ട് തന്നെ ഇവനെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ടാണ് ഹീറോന്റെ പ്ലാൻ. അതുപോലെ തന്നെ നമ്മുടെ അമ്മയാണെങ്കിൽ അനിയന്റെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അനിയൻ ഇപ്പൊ ഏതോ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് മനസ്സിലായി അവന് ഡ്രോയിങ്ങിൽ നല്ല കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ട് സ്കൂളിൽ വിട്ട് വേണം പഠിപ്പിക്കാനെന്ന്. അമ്മ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. രണ്ടാമതൊരു മോനെ കിട്ടിയില്ലേ. അങ്ങനെ എല്ലാരും കൂടെ ഓഫീസിൽ വന്നിരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ ഗെയിമിനെ പറ്റിയിട്ട്. അന്ന് PS4 3 മറ്റോ ഇറങ്ങുന്നൊക്കെ ഉള്ളൂ. PS3 ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും അങ്ങനത്തെ കൺസോൾ ഗെയിംസ് ഒക്കെ ഇറങ്ങുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ PC ഗെയിംസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും ഡെവലപ്ഡ് അല്ല. അതിനെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഈ ഗെയിമിംഗ് മേഖലയിൽ സാധ്യത ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അതിന്റെ ഡെവലപ്മെന്റിനെ പറ്റിയൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് അവർ കഴിക്കാനായിട്ട് എല്ലാവരും കൂടെ സന്തോഷപ്പെട്ട് പോവുകയാണ്. എന്തായാലും ഇവരെല്ലാരും കൂടെ സന്തോഷപ്പെട്ട് ഒരുമിച്ച് നടന്നു പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള കെ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടതിൽ വെച്ച് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കെ ഡ്രാമയായിരുന്നു. അതുപോലെ തന്നെ ഇത് സജസ്റ്റ് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു നല്ലൊരു കെ ഡ്രാമ സജസ്റ്റ് ചെയ്തില്ലേ. അപ്പോൾ അടുത്തത് ഏത് ഡ്രാമയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയോ, അല്ലെങ്കിൽ നേരത്തെ പറയാനായിട്ട് കഴിയോ? അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു കമന്റിൽ പറയോ. അപ്പോൾ അടുത്തൊരു ഡ്രാമയായിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ.